നമുക്ക് ഈ ആദ്യത്തെ മണിക്കൂറിൽ ബഹുമാനപ്പെട്ട ബ്രദർ തോമസ് പോള് ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരുമിച്ചാണ് വന്നത്. ബ്രദറിന് ന്യൂജേഴ്സിയിൽ 5-ാം തീയതി മുതൽ നാളെ മുതലൊരു ധ്യാനമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചപ്പോൾ ബ്രദർ 1-ാം തീയതി ഇങ്ങ് പോര്, നമുക്ക് ഒരുമിച്ച് പോവാം. പക്ഷെ സത്യത്തിൽ അത് ക്രൂരതയായിപ്പോയെന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം എന്തെന്ന് വെച്ചാൽ, പാലക്കാടൊരു ധ്യാനം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഉറങ്ങാതെ തിരുവനന്തപുരത്ത് വന്ന് അന്ന് വെളുപ്പിനെ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അത് ബ്രദറിനെ ഒത്തിരി ശാരീരികമായി ബുദ്ധിമുട്ടിച്ചു എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. പനിയൊക്കെ പിടിച്ച് ഹോട്ടലിൽ കിടപ്പായിരുന്നു 2 ദിവസം. എനിക്ക് സഹോദരനോട് ഉള്ള സ്നേഹം നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന സ്നേഹമല്ല. എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് ഈ മനുഷ്യനോട്. മനസ്സിലായോ? നിങ്ങളോടൊന്നും അതിൻ്റെ 7 അയലത്തെ സ്നേഹമില്ല എനിക്ക്. എന്തെന്നറിയാമോ? അതായത് സുവിശേഷത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാം സമർപ്പിച്ചു സുവിശേഷത്തിന് വേണ്ടി. എന്നിട്ട് എനിക്ക് പലപ്പോഴും കാണുമ്പോൾ, ഞാൻ ഇതെല്ലാം അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണ്, കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചിലപ്പോൾ സങ്കടം തോന്നും. അതായത് അലച്ചില്, കഷ്ടപ്പാട്, യാത്ര, ഈ ഭാഗം ക്യാമറയും പെട്ടിയെല്ലാം തൂക്കി. നല്ല പ്രായമുണ്ട് കേട്ടോ, കണ്ടാൽ നല്ല ശിമിട്ട് പയ്യനെ പോലെ ഇരിക്കുന്നെങ്കിലും. അപ്പോൾ ഈ വിശ്രമ ജീവിതം നയിക്കേണ്ട ഒരു സമയമാണിത്. ഈ എയർപോർട്ട് ഈ ബാഗെല്ലാം തൂക്കി അലയുന്നത് കാണുമ്പോൾ പ്രയാസം തോന്നും. ഒന്നിൻ്റെ ആരും പ്രത്യേകിച്ച് ഒരു അംഗീകാരവും ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല, ആരും അതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ എനിക്ക് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ്, എൻ്റെ ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരിയും കാര്യങ്ങൾ പഠിച്ചതും ഒരുപാട് കാര്യങ്ങൾ ഇന്നും എനിക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുമ്പോൾ വ്യക്തതയ്ക്ക് വേണ്ടിയൊക്കെ ഞാൻ ചോദിക്കുന്ന ആളുകളിൽ ഒരാളാണ് ബ്രദർ തോമസ് പോൾ. യാക്കോബിൻ്റെ ഉറവ വറ്റാത്ത കിണറാണ് തോമസ് പോൾ. ഉറവ വറ്റാത്ത കിണറാണ്, അതിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ സത്യത്തിൽ ഈ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മനുഷ്യനിൽ നിന്ന് നമ്മൾ നിധികൾ എടുത്തിട്ടില്ല. ഞാൻ കുറച്ചൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതായത് ദൈവിക ജ്ഞാനം, ദൈവിക രഹസ്യങ്ങൾ, സുവിശേഷത്തിൻ്റെ അർത്ഥം, പ്രത്യേകിച്ച് പുതിയ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വളരെ